ഇപ്പോൾ ആർ രാജഗോപാൽ പോലുള്ളവർ, അതുപോലെ പരഞ്ജോയ് ഗുഹ താക്കൂർത്ത, പിന്നെ സിദ്ധാർത്ഥ് സാറ്, അങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരൊക്കെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുകൾ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു നിലയ്ക്ക് പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അവർ ഒരുപക്ഷെ അവരുടെ വലിയ ശേഷി എന്ന് പറയുന്നത് ഈ മുഖ്യധാര മാധ്യമങ്ങളിലേക്ക് പിന്നെ അടിയറവ് വയ്ക്കാതെ അവർക്ക് അല്ലാതെ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായി, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളൊരു ഒരവസ്ഥയിലേക്ക് എത്തി. എങ്ങനെയാണ് അതിനെ അങ്ങനെ, ഞാൻ അതിനെ അങ്ങനെ കാണുന്നു, എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒരു പക്ഷെ അത് മാധ്യമം മാത്രമല്ല, ഏതൊരു സ്ഥാപനത്തിന്, അത് ഒരു എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ അതിന് പരിമിതികൾ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു സ്ഥാപനത്തിൽ നമുക്ക് അവിടെ ഫങ്ഷൻ ചെയ്യാൻ കഴിയുന്നത് വളരെ അപ്രായോഗികമായ കാര്യമാണ്. പരിമിതികൾ എല്ലാ കാലത്തും ഉണ്ടാവും. ഇപ്പം സിദ്ധാർത്ഥ് വാദരാജൻ ഹിന്ദുവിൽ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ രവീഷ് കുമാർ NDTV വർക്ക് ചെയ്യുന്നതിലും കൂടുതൽ ഒരുപക്ഷെ അയാളുടെ വ്യക്തിപരമായ രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യാനും മുൻകൈ എടുക്കാനും ആലോചിക്കാനും ഒക്കെയുള്ള സ്പേസ് സ്വന്തമായി തുടങ്ങുന്ന സ്ഥാപനങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതിൻ്റെ അകത്ത് അങ്ങനെ പറയുമ്പോഴും മീഡിയ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു എക്സ്റ്റൻഷൻ മാത്രമല്ലല്ലോ. അതിൻ്റെ അകത്തൊരു കളക്റ്റീവ് എഫേർട്ട് ഉണ്ട്. അതിൻ്റെ അകത്ത് മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് പണം കൊടുക്കുന്ന, അത് പ്രിന്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതെ. അപ്പൊ അവരെ നമ്മൾ കാണുന്നില്ല. അവരതിന്റെ പിന്നിൽ അവിടെ അതിന് വേണ്ട എഫേർട്ട് ഇട്ടിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നതിന് നമ്മൾ ഒരു പ്രത്യേകിച്ച് നമ്മൾ ഈ മാധ്യമത്തിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ സമാന്തര മാധ്യമത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിനോടൊരു ചെറിയൊരു പ്രശ്നം തോന്നും. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത്, മെയിൻ സ്ട്രീം മീഡിയ നേരത്തെ ചെയ്തിരുന്നത് അത് പൂർണ്ണമായും അങ്ങനെ ഒരു എന്താ പറയുക, ഒരു രീതിയിലും ആർക്കും അടിയറ വെക്കാത്ത ഒരു മാധ്യമമൊന്നും ഒരു കാലത്ത് നിന്നിട്ടായിട്ടില്ല. എല്ലാ കാലത്തും അവർ ചില രീതിയിലൊക്കെ കോംപ്രമൈസ്ഡ് ആണ്. പക്ഷെ ഒരു മാധ്യമം കോംപ്രമൈസ് ചെയ്യുമ്പോൾ മറ്റൊരു മാധ്യമം അവിടെ ഒരു മാധ്യമം ഒരു സ്റ്റോറി പുറത്തു വിടാതിരിക്കും, മറ്റൊരു മാധ്യമം അവിടെ പുറത്തു വിടാനുണ്ടായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്.